പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക്, കർത്താവിന്റെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഓരോ ഞായറാഴ്ചയും കർത്താവിന്റെ ഉയർപ്പ് ഞായറാഴ്ചയുടെ തന്നെ ഓർമ്മയാണല്ലോ. കർത്താവിന്റെ ഈ വലിയ അനുഗ്രഹീത ദിവസത്തിന്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസഭയിൽ വളരെ പ്രത്യേകമായി മാർത്തോമാ ശ്ലീഹായുടെ ശിഷ്യനായിരുന്ന മാർ അദ്ദായിയെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ്. അദ്ദായിയുടെ പേരിലുള്ള അനാഫറ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആ വന്യപിതാവിനെ പ്രാർത്ഥനാപൂർവ്വം ഓർമ്മിക്കാം. ഉയർപ്പ് ഞായറാഴ്ചയുടെ ഈ 5-ാമത്തെ ആഴ്ചയിൽ, ഉയർപ്പ് കാലത്തിന്റെ ഈ 5-ാമത്തെ ആഴ്ചയിൽ ഈശോ 72 ശിഷ്യന്മാരെ തിരുവചന പ്രഘോഷണത്തിനായി അയക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. ഈശോ അവിടെ ഈ 2 പേരെ വീതം താൻ പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും അയച്ചതിനെ കുറിച്ച് സുവിശേഷം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ. നമ്മളവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോ ഈ 2 പേരെ വീതം അയക്കുന്നു. 72 പേരുള്ളപ്പോൾ അവരെ ഈ 2 പേരായി അയക്കുമ്പോൾ 36 സ്ഥലങ്ങളിലേക്കാണ് അവരെ അയക്കുന്നത്. അവരെ ഓരോരുത്തരെ അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സ്ഥലത്തേക്ക്, 72 സ്ഥലങ്ങളിലേക്ക് തന്നെ പോകാമായിരുന്നു. പക്ഷെ അത് ഈശോ വേണ്ട എന്ന് വെച്ച് ഈ 2 പേരെ വീതം അയക്കുന്നു. അതിന് ചില ആത്മീയ കാരണങ്ങൾ ഉണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്നാമതായി, സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് ഒരു വൺ മാൻ ഷോ അല്ല, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല, അതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. 2 പേര് ഒരുമിച്ച് പോയി അത് ചെയ്യുമ്പോൾ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സുവിശേഷ പ്രഘോഷണം ഒരു കൂട്ടുത്തരവാദിത്വമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, ഒരുമിച്ച് സഭ മുഴുവൻ നടക്കേണ്ട കാര്യമാണെന്നും എല്ലാവരും അതിൽ പങ്കാളികളാകേണ്ടതുള്ളതാണെന്നുമുള്ള ഓർമ്മ ലഭിക്കുന്നു. രണ്ടാമതായി, ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ മുമ്പിലുള്ളത്, ഒരുപക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും ചെല്ലുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ പറയുന്ന സന്ദേശത്തിൽ നിന്നൊന്ന് വ്യതിചലിക്കാനിടയാൽ, ഒന്ന് തെറ്റിപ്പോയാൽ കൂടെയുള്ള മറ്റേയാൾക്ക് അത് തിരുത്തി ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ തെറ്റില്ലാതെ, കലർപ്പില്ലാതെ വിശ്വാസം സത്യസന്ധമായി പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി ഈശോ 2 പേരെ വീതം അയക്കുന്നു. 2 പേരും അവരവരുടെ ബലഹീനതകളിൽ പരസ്പരം സഹായിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന ചിന്ത അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഈശോ ഒരു പക്ഷേ കുടുംബങ്ങളെ രൂപീകരിക്കുമ്പോൾ 2 പേരെ ചേർത്തൊരു കുടുംബം ഉണ്ടാക്കുന്നതും അർത്ഥം അതുതന്നെ ആയിരിക്കാം. ഈശോ ഓരോ സ്ഥലങ്ങളിലേക്കും കുടുംബമായി ഒരു ഭർത്താവിനെയും ഭാര്യയെയും രൂപീകരിച്ച് ഓരോ സ്ഥലത്തേക്ക് താമസത്തിനായി അയക്കുമ്പോൾ അവർ പരസ്പരം തിരുത്തി, പരസ്പരം പ്രോത്സാഹിപ്പിച്ച്, പരസ്പരം സഹായിച്ച് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സുവിശേഷം പ്രഘോഷണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വമെന്ന് തിരുസഭ അവരെ കുറിച്ച് വിചാരിക്കുന്നു. അതുകൊണ്ട് 2 പേര് പോയി സുവിശേഷം പറഞ്ഞതിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോയോട് പറയും, നിങ്ങൾ പോകുമ്പോൾ യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കരുത്, മടിശീലയോ പണമോ. മടിശീലയും സഞ്ചിയും വ്യക്തിപരമായ കംഫർട്ട് നൽകുന്ന ചെരുപ്പും ഒക്കെ ഉപേക്ഷിക്കാൻ ഈശോ പറയുന്നു. മടിശീലയും സഞ്ചിയും ഒക്കെ കാണുന്നതൊക്കെ, പുറമേ നിന്ന് കാണുന്നതൊക്കെ ശേഖരിക്കാനും സ്വന്തമാക്കാനും നേടിയെടുക്കാനുമുള്ള ഒരു ഓർമ്മ മനസ്സിന് നൽകും. അങ്ങനെയുള്ളവ ഇല്ലാത്തപ്പോൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പോകുന്നതിന്റെ ഉദ്ദേശം മാത്രം ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റും. പലപ്പോഴും ശേഖരിക്കുന്നത് വസ്തുക്കളായിരിക്കും, നമുക്ക് ആവശ്യമുള്ള, താല്പര്യം തോന്നുന്ന വസ്തുക്കളായിരിക്കും. ഈ കാലത്ത് ആളുകൾ എത്രയോ കാര്യങ്ങളാണ് വാങ്ങിച്ചു കൂട്ടുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുറികളിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മൾ ഒരിക്കൽ പോലും വർഷങ്ങളായി എടുത്തിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് ഒത്തിരി ശേഖരിച്ചു വയ്ക്കാൻ, ഈ ലോകത്തിന്റെ ആകർഷണങ്ങളിൽ ഒത്തിരി സമ്പാദിച്ചു വെക്കാനുള്ള വലിയൊരു ത്വര, ഒരു വെമ്പൽ നമുക്കെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ചിന്താഗതികളും ആഗ്രഹങ്ങളും ലോകത്തിന്റെ വസ്തുക്കളുള്ള ഭ്രമവും ഒക്കെ കുറയ്ക്കണമെന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈ കാലത്ത് വസ്തുക്കൾ മാത്രമല്ല, സ്നേഹം പോലും ആളുകളിൽ നിന്ന് നേടിയെടുക്കാൻ ബലം പിടിച്ച് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നേടിയെടുക്കാൻ, സ്വയം കൂടുതൽ സമ്പാദിക്കാനല്ല ഈശോ പറയുന്നത്, മറിച്ച് കയ്യിലുള്ളത് കൊടുക്കാനാണ്. കൊടുക്കാനുള്ളത് ക്രിസ്തുവാണ്, ഈശോയാണ്,
ഈശോയെക്കുറിച്ചുള്ള വർത്തമാനമാണ്, അതായത് സുവിശേഷമാണ്. നമുക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആത്യന്തികമായി ഉണ്ടാവേണ്ട ഒരു ലക്ഷ്യവും ചിന്തയും ഈ ലോകത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ജീവിതവും ജന്മവും അല്ല, മറിച്ച് ഈശോയെ കൊടുക്കാനുള്ള ഒരു ജീവിതവും വിളിയുമാണ് എനിക്കുള്ളതെന്ന് ഓർമ്മിക്കാം. മൂന്നാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോ ഈ അയക്കുന്ന ശിഷ്യരോട് പറയും, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ആദ്യം സമാധാനം ആശംസിക്കണം. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യരോട് പറയുന്ന കാര്യം സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഈശോയുടെ ശിഷ്യരായി അയക്കപ്പെടുന്നവരും സമാധാനം കൊടുക്കാൻ, ഈശോയെ കൊടുക്കാൻ അയക്കപ്പെട്ടവരാണ് എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നമ്മുടെ കുർബാനയിൽ തന്നെ 2-3 തവണ പുരോഹിതൻ ജനങ്ങളെ ആശീർവദിക്കുന്നു, സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞു. നമുക്കും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനും സമാധാനത്തിന്റെ രീതിയിൽ ഇടപെടാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. സമാധാനം ഈശോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനായിട്ട് പറ്റൂ. ഈ ചിന്തകൾ സമാപിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ സമാധാനമായി ഉയർത്തെഴുന്നേറ്റ് അങ്ങ് വന്ന് നിറയണമേ. അങ്ങനെ ഞങ്ങൾ കാണുന്നവരോടും സംസാരിക്കുന്നവരോടും ഞങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിലുമെല്ലാം അങ്ങയെ കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കപ്പെട്ട ജീവിതമാണെന്ന ബോധ്യത്തോടുകൂടി വിശുദ്ധിയിൽ ജീവിക്കാനും വാക്കിലും പ്രവർത്തനത്തിലും അങ്ങയെ പ്രഘോഷിക്കുന്നവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.